രഞ്ജി ട്രോഫിയിൽ ചരിത്ര ഫൈനലിനിറങ്ങുകയാണ് കേരളം. വിദർഭയ്ക്കെതിരായ ഫൈനൽ പോരാട്ടത്തിന്റെ അവസാനഘട്ട പരിശീലനത്തിനാണ് കേരള ടീം ഇപ്പോഴുള്ളത്. നമുക്കൊപ്പം കേരള ടീം മാനേജർ കൂടിയായ നാസർ മച്ചാൻ ചേരുകയാണ്. ഒരു ഹിസ്റ്റോറിക് ഫൈനൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്താണ് ടീമിന്റെ മൊത്തത്തിലൊരു പ്രതീക്ഷയൊക്കെ? വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കാരണം നമ്മൾ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ വൻ ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്. കർണാടക അവരൊക്കെ ഫോർമൽ രഞ്ജി ട്രോഫി ചാമ്പ്യൻസാണ്. ബംഗാൾ, അതുപോലെ തന്നെ മധ്യപ്രദേശുമായിട്ടുള്ള മത്സരം നമുക്ക് വലിയ ആകാംക്ഷ പകർന്ന ഒരു മത്സരം. കാരണം അവസാന ബോൾ വരെ നമ്മളത് പോരാടി, എന്നിട്ടാണ് നമ്മൾ അവിടുന്ന് സമനിലയിലാക്കി 3 പോയിൻ്റ് നേടിയത്. പിന്നെ അപ്പോൾ വലിയ പ്രതീക്ഷ. അപ്പം ഇതിലെ ഏറ്റവും നല്ല ടീമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. ഇവർ വിദർഭയുമായിട്ടുള്ള നമ്മൾ ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ 9ാമത്തെ മത്സരമാണ് വിദർഭയായിട്ട് നമ്മൾ മത്സരിക്കുന്നത്. 8 മത്സരങ്ങളിൽ 2 മത്സരങ്ങളിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്, 2 മത്സരങ്ങൾ വിദർഭയും ജയിച്ചിട്ടുണ്ട്. അവസാനം ഇവിടെ കളിച്ച 4ലും നമ്മൾ തോറ്റിട്ടില്ല എന്നുള്ളൊരു ഈ മണ്ണിൽ വെച്ചിട്ട് നമ്മൾ അവർക്ക് പരാജയപ്പെടുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. 2 മത്സരങ്ങൾ 2003-ലും 2007-ലും വിദർഭനെ നമ്മൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. നാഗ്പൂർ വെച്ചിട്ട് നമ്മളെ പരാജയപ്പെടുത്തിയ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ സൂറത്തിൽ വെച്ചും അതുപോലെ തന്നെ കൃഷ്ണഗിരിയിൽ നടന്ന സെമി ഫൈനലിലാണ് നമ്മളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആ സെമിക്ക് അവരുടെ നാട്ടിൽ നമ്മൾ പകരം ചോദിക്കും തന്നെയാണ് പറയുന്നത്. പകരം നമ്മൾ ചോദിച്ചിരിക്കും. നമ്മളെ കുട്ടികൾ അത്രയും പിന്നെ നല്ല ഉഷാറൻ കുട്ടികളാണ്. ത്രസിപ്പിക്കുന്നത് ഞങ്ങൾ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിനെതിരായ ലീഡ്, ഒപ്പം തന്നെ സെമിയിലെ പ്രകടനമൊക്കെ നോക്കുമ്പോൾ അപ്പോൾ വെച്ചാൽ ഇന്ത്യയിലെ മികച്ച ടീമാണ് വിദർഭ. 40 പോയിൻറ്റ്സ് നേടിയിട്ടാണ് അവർ ലീഗ് മത്സരത്തിൽ ഇവിടെ എത്തുന്നത്. അത് 2ാമത്തെ പോയിൻറ്റുകാരാണ് ജമ്മു കാശ്മീരിനെ നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെടുത്തുന്നത്. നമ്മൾ കളിച്ച ടീമിൽ എനിക്ക് ഫീൽ ചെയ്ത് ജമ്മു ആണ് ഉഗ്രൻ ടീം. ഉഗ്രൻ പേസ് അറ്റാക്കാണ്. അതൊക്കെ മറികടന്ന് നമ്മൾ വന്നു. ഗുജറാത്തിനെ അവരെ പുലിമടയിൽ പോയിട്ട് നമ്മൾ തകർത്തിട്ടാണ് വരുന്നത്. അപ്പം വലിയ അതൊക്കെ ഇപ്പം ഒരു ലക്കിൻ്റെ ഘടകവും നമ്മളുള്ള നല്ല മനുഷ്യന്മാരാണെന്ന് വെച്ചാൽ നമ്മൾ കോച്ചാണെങ്കിലും ഹെൽമെറ്റ് ഒക്കെ നമ്മുടെ വിജയത്തിൽ നിർണായകമാകുന്ന ഘടകങ്ങളുണ്ട്. അതെ. നമ്മളെ കോച്ച് വളരെ നല്ല ഹൃദയശുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പം 10-25 കൊല്ലമായിട്ട് വിവിധ കാറ്റഗറികളിൽ മാനേജറായി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടീമിൽ വന്നപ്പോൾ വളരെ ഏറെ മാറ്റങ്ങളുണ്ട്. അതിൻ്റെ ഗുണം നമുക്ക് കേരളത്തിന് കിട്ടി തുടങ്ങിയിരിക്കും. ഉറപ്പായിട്ടും ഉണ്ടാവട്ടെ. നാളെ തുടങ്ങുന്ന മത്സരത്തിൽ നമ്മൾ കിരീടവുമായിട്ട് തന്നെ ഈ മണ്ണിൽ നിന്ന് മടങ്ങാനാവട്ടെ കേരളത്തിന്. എന്തായാലും തികഞ്ഞ പ്രതീക്ഷയോടെ തന്നെയാണ് കേരള ടീം ഒരു നിർണായക പോരാട്ടത്തിനിറങ്ങുന്നത്. ക്വാർട്ടറിലും സെമിയിലും നേടിയ ത്രസിപ്പിക്കുന്ന വിജയങ്ങൾ തന്നെയാണ് കേരളത്തിൻ്റെ കരുത്ത്. ഒപ്പം തന്നെ സൽമാൻ നിസാറിൻ്റെയും മുഹമ്മദ് അസറിൻ്റെയും ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ അടക്കം ഫോമും വളരെ നിർണായകം തന്നെയാണ്. മറുവശത്തേക്ക് വിദർഭ 4ാമത്തെ ഫൈനലിലാണ് വിദർഭ ഇറങ്ങുന്നത്. 2 തവണ അവർ കിരീടം ചൂടിക്കഴിഞ്ഞു. 2019-ൽ ഇതേ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ അവർ കിരീടം ചൂടിയ ചരിത്രവുമുണ്ട്. എന്നിരുന്നാൽ പോലും എതിരാളികളുടെ തട്ടകത്തിൽ കേരളം ഭയക്കുന്നില്ല. കിരീടവുമായി വിജയവുമായിട്ട് തന്നെ മടങ്ങാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് കേരള ക്യാമ്പുള്ളത്. വിദർഭയിൽ നിന്നും ക്യാമറമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം ജേഷ് പൂക്കോട്ടൂർ, മാതൃഭൂമി ന്യൂസ്.